പറയുന്നതൊക്കെ സത്യ. മമ്മിയുടെ ജീവിതം എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഫ്രണ്ട്സിനോടും പരിചയക്കാരോടും എല്ലാരോടും ഞാനത് പറയാറുമുണ്ട്. മമ്മിയെക്കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ മനസ്സിൽ റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. മതി മോളെ, അതൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ആ, നവീനും കൃഷ്ണയും വരും. അവരിവിടെ എത്തിക്കഴിഞ്ഞ ആ നിമിഷം ഞാൻ കൃഷ്ണനെ പറഞ്ഞുവിടും. പിന്നെ നവീനോടൊപ്പം ജീവിക്കുന്നത് നീയായിരിക്കും ഇന്നു മുതൽ. താങ്ക്സ് മമ്മി. നവീന്റെ കാര്യത്തിലല്ലായിരുന്നെങ്കിൽ മമ്മി പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചാണ്. ബട്ട് നവീന്റെ കാര്യത്തില് എനിക്ക് പറ്റില്ല. ഞാൻ സിൻസിയർ ആയിട്ട് ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അതെന്റെ നവീന്യ. നവീനൊപ്പം ജീവിക്കാനുള്ള നിമിഷങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടു പോകുന്നത് എനിക്ക് താങ്ങാനാവാത്ത കാര്യ. അതുകൊണ്ട് മാത്രമാണ്. പ്ലീസ് മമ്മി. ഓക്കെ, നിനക്ക് വേണ്ടി എന്തും നേടിത്തന്നവളാ ഈ ഞാൻ. പിന്നെ ഇതെന്തിനാ മാറ്റിവെക്കുന്നത്? എന്റെ മോളുടെ ആഗ്രഹമല്ലേ, അത് നടക്കട്ടെ. ഐ ലവ് യു മമ്മി. എന്താണോ വീട്ടിലെത്തിയിട്ടും ഒരു സന്തോഷമില്ലാത്ത? മമ്മിയെ കണ്ടേ? ഗാഥ, എന്താ നവീൻ, എന്തെങ്കിലും നോക്കുന്നേ? ഒന്നുമില്ല മേഡം, ഞാൻ ചിലത് പ്രതീക്ഷിച്ചു. അത് കാണാതായപ്പോ നോക്കിയതാ. നവീൻ എന്താ പ്രതീക്ഷിച്ച്? അത് മമ്മിയും മോളും തമ്മിൽ കാണുമ്പോൾ ഒരു സെന്റിമെന്റൽ സീൻ ഞാൻ പ്രതീക്ഷിച്ചു. പരസ്പരം കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നൊക്കെ ഒരു സീൻ. പക്ഷേ ഇത് സർപ്രൈസ് ആണല്ലോ. രണ്ടുപേരുടെയും ഭാഗത്തുനിന്നും അങ്ങനൊന്നുമില്ല. അത് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ശീലമാ. വല്ലാതെ വിഷമം കനം തൂങ്ങി മനസ്സിൽ കിടക്കുമ്പോ ഒന്നും പ്രകടിപ്പിക്കാതെ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കും, അല്ലേ മോളെ? ഇറ്റ്സ് ഓക്കെ. സ്നേഹിക്കുന്നവരെ കണ്ടു നിൽക്കുന്നത് തന്നെ സുഖമുള്ള ഒരു കാര്യമാണ്, അല്ലേ മേഡം? അതെ. നവീൻ വരൂ, മോള് വാ. വരൂ, നവീൻ ഇരിക്കൂ. വാ മോളെ. ഞാൻ വരാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായോ നവീന? ചില കാര്യങ്ങള് നിരസിക്കാൻ പാടില്ലല്ലോ മേഡം. പ്രത്യേകിച്ചും നിങ്ങൾ തമ്മിലുള്ള അതിശക്തമായ ബന്ധം അറിയാവുന്ന ഞാൻ. അതുകൊണ്ട് തന്നെ മേഡം വിളിച്ച നിമിഷം ഞാൻ ഇങ്ങോട്ടേക്ക് പോരാൻ തീരുമാനിച്ചത്. താങ്ക് യു നവീൻ. മാത്രമല്ല, ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയാലോ. മമ്മിയുടെ കൂടെ നിൽക്കുമ്പോൾ ഗാഥയ്ക്കൽപ്പം ധൈര്യം കിട്ടുവാണെങ്കിൽ അത് എനിക്ക് തന്നെയാണല്ലോ ഗുണം. നവീൻ, ജസ്റ്റ് എ മിനിറ്റ്. എനിക്ക് മോളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ, മാണിക്കുഞ്ഞ് പലതവണ നിർബന്ധിച്ചിട്ട് നോക്കാത്ത ഒന്ന് രണ്ട് ഓഫീസ് കാര്യങ്ങളുണ്ട്. അത്രയും സമയം ഞാൻ അനുവദിച്ചു തരാം. അവള് പോയോ? പോയി. ഇനിയൊരിക്കലും കൃഷ്ണയെ കുറിച്ചൊരു പേടി മാഡത്തിന് വേണ്ടി വരില്ല. ഗുഡ്. ഞാൻ കരുതി എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇന്നത്തെ ദിവസവും അവൾ ഇവിടെ തുടരുന്ന. ആ കുട്ടിയെ മാഡത്തിന് ശരിക്കും മനസ്സിലാവാത്തോണ്ടാ. അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പൊക്കോളൂന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. അതിന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. ഓ, എനിക്കിതൊന്നും കേക്കണ്ട.
നവീൻ എവിടെയുള്ളത്? നവീൻ ഹാളിലുണ്ട്. പിന്നെ കുറെ നാള് നവീന്റെ അടുത്ത് നിൽക്കാൻ പറ്റാതിരുന്നല്ലോ. നവീനോട് സംസാരിക്കാൻ പറ്റാതിരുന്നില്ലേ? ഇനി പഴയതുപോലെ നവീന് പ്രണയിച്ചു തുടങ്ങിക്കോളൂ. മാഡം, ഇനി എന്താ? ഇവിടെ വരുന്നത് വരെ നവീന്റെ കൂടെ കൃഷ്ണയായിരുന്നു. കൃഷ്ണ ചുറ്റിയതുപോലുള്ള അതേ സാരി മാത്രമേ ഗാഥ മാഡം ചുറ്റിയിട്ടുള്ളൂ. പക്ഷേ നവീനോട് പെരുമാറുമ്പോ സൂക്ഷിക്കണം. അത് മാഡത്തിന് ഓർമ്മ വേണം. ഉപദേശത്തിനെ നന്ദി. പിന്നെ ഈ പ്രശ്നങ്ങൾക്കിടയ്ക്കും ആഭരണങ്ങൾ എടുക്കാനും ഡ്രസ് എടുക്കാനും പോയപ്പോ ഞാൻ തന്നെയാണല്ലോ നവീന്റെ കൂടെ പോയത്. എന്നിട്ട് അന്നാർക്കും ഒരു കുഴപ്പം തോന്നിയില്ലല്ലോ. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദൈവമേ, നവീന് സംശയമൊന്നും തോന്നാതിരുന്നാ മതിയായിരുന്നു.